അപ്പോൾ മറക്കല്ലേ, നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. എന്നാൽ ഇന്നൊരു വെള്ള മുട്ട അങ്ങ് ഇട്ടേക്കാം. പിന്നെ അവനങ്ങ് വെള്ളം ഇട്ടു. എന്നാൽ ഞാനൊരു മഞ്ഞ അങ്ങ് ഇട്ടേക്കാം, അല്ലെങ്കിൽ ബ്രൗൺ നിറമുള്ളൊരു മുട്ട അങ്ങ് ഇട്ടേക്കാം. അപ്പോൾ കൂട്ടുകാരെ, കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടു. അതിനകത്ത് കോട്ടും സൂട്ടും എടുക്കാനായൊരു ചെറുപ്പക്കാരനുണ്ടെന്ന് പറയുകയാണ്. ഈ നാടൻ കോഴിയിടുന്ന മുട്ടയും, അതായത് നമ്മുടെ വീടുകളിൽ വളർത്തുന്ന കോഴിയുടെ മുട്ടയും ഈ ബ്രോയിലർ കോഴി, അതായത് ഔട്ട്സൈഡിൽ നിന്ന് വരുന്ന ബ്രോയിലർ കോഴി ഇടുന്ന മുട്ട ഒന്നാണ് എന്നാണ് പുള്ളി അങ്ങ് സമർത്ഥിക്കുകയാണ്. അപ്പോൾ കൂട്ടുകാർക്ക് എന്ത് തോന്നുന്നു ആ അഭിപ്രായത്തോട്? ഇപ്പോഴത്തെ പുതിയ ചെറുപ്പക്കാരൊക്കെ ഇങ്ങനെയാണ് ക്രിറ്റിസൈസ് ചെയ്യുന്നത്. ആടിനെയും പട്ടീനെയും അവരങ്ങ് ഒന്നാക്കി പറയും. രണ്ടും ജനിതകമായിട്ട് തന്നെ വളരെ വ്യത്യാസമുണ്ടെന്ന് ശാസ്ത്രലോകം കണ്ടുപിടിക്കപ്പെട്ടിരിക്കുന്നു. ഉമ്മാർക്ക് ഇതിനെക്കുറിച്ചുള്ള അറിവൊന്നുമില്ല. ചുമ്മാ യൂട്യൂബിനകത്ത് കയറിയിരുന്ന് കവച്ചിരുന്ന് അങ്ങോട്ട് പറയും. അവനവൻ പറയുന്നത് അങ്ങ് ശരിയാണെന്ന് സമർത്ഥിക്കുക. ഇത് ബ്രോയിലർ കോഴിയുടെ മുട്ടയാണ്. ഇത് നമ്മുടെ നാടൻ കോഴിയിട്ട മുട്ടയാണ്. കണ്ടോ, ഇത് തമ്മിൽ പ്രകടമായ മാറ്റങ്ങളുണ്ട്. ഗുണങ്ങളിൽ മാറ്റങ്ങളുണ്ട്, കാഴ്ചയിൽ മാറ്റമുണ്ട്. അതിൻ്റെ സർവത്ര അടിമുടി മാറ്റമാണ് നാടൻ കോഴി മുട്ടയും. അപ്പോൾ ഈ മാറ്റങ്ങൾ കണ്ണുകൊണ്ട് കാണാൻ നമുക്ക് സാധിക്കും. എൻ്റെ കോഴി എന്നാൽ രാവിലെ ആദ്യം പറഞ്ഞ പോലെ ഞാനൊന്ന് മഞ്ഞ മുട്ട ഇട്ടേക്കാം. ഉടനെ ബ്രോയിലർ കോഴി തമിഴ്നാട്ടുകാരൻ്റെ പറയുക, ഞാനൊന്ന് മുട്ട തന്നെ ഇട്ടേക്കാം. കോഴിക്ക് തന്നെ വാശിക്കിരുന്ന് മുട്ടയിടുന്നതാണ്. ലോഡിങ് തൊഴിലാളിനെ വീട്ടിലിരുന്ന് കമ്പ്യൂട്ടർ ചെയ്യുന്ന പയ്യന്മാരെ ഒന്നെന്ന് പറയുന്നത് പോലെയാണ് അവൻ്റെ അഭിപ്രായ പ്രവർത്തനങ്ങൾ. രണ്ടു പേർക്കും രണ്ടോ ക്വാളിറ്റി. ഇപ്പോൾ ലോഡിങ്ങുകാരെന്ന് പറയുമ്പോൾ അവനൊരു 100 കിലോ എടുത്താലും തലയിട്ട് വെച്ച് കൊടുത്താലും അവനത് പുഷ്പം പോലെ എടുത്തുകൊണ്ട് പോകും. അതേസമയം കമ്പ്യൂട്ടർ ഇരുന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പയ്യൻ്റെ തലയിലേക്ക് അത് വെച്ച് കൊടുത്താലേക്ക് അതേ പ്രായമുള്ള ഒരാളിൻ്റെ തലയിലേക്ക് വെച്ച് കൊടുത്താൽ അവൻ എടുത്തുകൊണ്ട് പോകും. അതില്ല. അപ്പോൾ അതിൻ്റെ ആരോഗ്യ ഹെൽത്ത് അതിനകത്ത് പ്രകടമായ വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് അതിനെ രണ്ടും രണ്ടാണെന്ന് പറയുന്നത്. അത് നമ്മൾ ഏജിങ്ങർക്കകത്തിരുന്ന് മൈക്കിൻ്റെ മുമ്പിലിരുന്ന് നല്ല ഇതൊന്നാണെന്ന് പറയുന്നതിന് എന്ത് അടിസ്ഥാനമാണുള്ളത്? ആനയും ആടും അല്ല പട്ടിയും പൂച്ചയും ഒന്നാണെന്ന് പറയുന്ന പോലെ ഇരിക്കും. അപ്പോൾ ഇത് നമ്മുടെ നാടൻ കോഴിയിട്ട മുട്ടയാണ്. അപ്പോൾ ഇതിന്ന് ഒന്ന് സെയിലിനായിട്ട് നമ്മൾ കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ നാടൻ കോഴിമുട്ടയ്ക്ക് ഒരുപാട് ആവശ്യക്കാരുണ്ട്. അപ്പോൾ ഇന്ന് കൊടുക്കാൻ വേണ്ടി റെഡിയാക്കി വെച്ചിരിക്കുന്നതാണ്. ഇത് ബ്രോയിലർ കോഴിയുടെ മുട്ടയാണ്. കണ്ടോ, ഇത് വലിപ്പ വ്യത്യാസമുണ്ട്. ഇത് നമ്മുടെ ചെറിയ കോഴി ഇപ്പോൾ ഇട്ട് വരുന്നതേ ഉള്ളൂ, അതുകൊണ്ട് അല്പം ചെറുതാണ്. അത് രണ്ടാം തവണ ഇട്ട് വരുമ്പോഴത്തേനും വലുതായി വരും. ഇപ്പം നാടൻ കോഴിമുട്ടയ്ക്ക് നല്ല വിലയുണ്ട്. ബ്രോയിലർ കോഴിമുട്ടയ്ക്കും അത്യാവശ്യം വിലയുണ്ട്. പക്ഷേ ഗുണത്തിലും ടേസ്റ്റിലും കുട്ടികൾക്ക് കൊടുക്കാനും മരുന്നുകളുടെ നിർമ്മാണത്തിനുമൊക്കെ ഈ നാടൻ മുട്ടയാണ് സർവ്വസാധാരണമായിട്ട് കേരളീയർ ഉപയോഗിക്കുന്നത്. അവർക്ക് അതിനെക്കുറിച്ച് വിശ്വാസമുണ്ട്, അതിനെക്കുറിച്ച് അറിയുവാൻ സാധിക്കും. അതിൻ്റെ ഗുണം എന്താണെന്ന് അവർക്കറിയാം. ചുമ്മാ മയക്ക് കാണുമ്പോഴൊന്ന് പൊട്ടത്തരം വിളിച്ച് പറയുന്ന ചെറുപ്പക്കാർക്ക് അറിയില്ലല്ലോ എന്താണ് നാടൻ മുട്ട, എന്താണ് അതിൻ്റെ ഗുണം എന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് പ്രിയപ്പെട്ട എല്ലാ സ്നേഹിതർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ബ്രോയിലർ കോഴിയുടെ മുട്ടയൊന്ന് മാറ്റിയേക്കാം. ഇനി ഞങ്ങൾ ഈ ഒരു 2 മുട്ടയും കൂടെ ഇന്ന് കിട്ടും. അപ്പോൾ 10 മുട്ടയിൽ നിന്ന് നമുക്ക് ഒരു കസ്റ്റമർ വന്നിട്ടുണ്ട്, അവർക്ക് കൊടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് മാറ്റി വെക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ കോഴിക്ക് കൊടുക്കുന്ന ആ ഫുഡ് എന്താണെന്നൊന്ന് കൂട്ടുകാരെ കാണിക്കാം. വെറൈറ്റി ആയിട്ടുള്ള ഫുഡുകളാണ് ഇന്ന് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ റോ ഗോതമ്പാണ് ഇത് നമുക്കൊന്ന് പൊടിച്ച് എടുക്കാം. അപ്പോൾ നമ്മുടെ ആയുർവേദത്തിൽ
നല്ല കൂമ്പിന് ഇടി കിട്ടിക്കഴിഞ്ഞാൽ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി ഉള്ള നാടൻ മുട്ടയിൽ ആടലോടകവും പിന്നെ കുറച്ച് നാട്ട് മരുന്നുകളും കൂടെ ഇടിച്ച് പിഴിഞ്ഞ് അങ്ങ് കുടിച്ച് കഴിഞ്ഞാൽ ആ ചതവൊക്കെ അങ്ങ് മാറിപ്പോകുന്നു. എന്തേ നമ്മുടെ സൂപ്പർ താരം സിനിമയ്ക്കകത്ത് പറഞ്ഞത് പാണ്ടിക്കോഴിയുടെ മുട്ട ഇടിച്ച് പിഴിഞ്ഞ് അതിനകത്ത് ചേർത്ത് കുടിക്കാനാണോ? വട്ടായിട്ടാണ് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ നാടൻ കോഴിക്ക്, നാടൻ കോഴിയുടെ മുട്ടയ്ക്കും അതിൻ്റേതായ ഗുണമുണ്ട്, അതിൻ്റേതായ രുചിയുണ്ട്, അതിൻ്റേതായ ക്വാളിറ്റിയുണ്ട്, ക്വാണ്ടിറ്റിയുമുണ്ട്. അത് കണ്ണുകൊണ്ട് കാണാൻ സാധിക്കും. അല്ലാതെ ചുമ്മാതെ ഒറ്റവാക്കി പറഞ്ഞു കഴിഞ്ഞാൽ അത് രണ്ടും ഒന്നായി മാറത്തില്ല. അപ്പോൾ നമ്മൾ ഗോതമ്പ് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഹായ് ഡിയർ, ലൈഫ് ടോൺ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ കോഴിക്ക് ആവശ്യമായിട്ടുള്ള ഫുഡിലേക്ക് ചേർക്കുന്നത് അരിയാണ്. അപ്പോൾ ഒരു 2 ഗ്ലാസ് ഇതിന് ചേർക്കുകയാണ്. ഇത് പുഴുക്കലരിയാണ്, റേഷൻ കടയിൽ നിന്ന് കിട്ടിയതാണ്. ഇത് അല്പം ഡാമേജ് ആയതാണ്. ഇപ്പോൾ 2 ആഴ്ചയായ ഒരു അരിയാണ്. അതാണ് നമ്മുടെ കോഴിക്ക് കൊടുക്കുന്നത്. കഴുകി ഉണക്കിയെടുത്തതാണ്. ഇപ്പോൾ പൂക്കലൊന്നുമില്ല. ഇപ്പോൾ എന്നോട് ഒരാൾ ചോദിച്ചു മഴക്കാലത്ത് കോഴികൾക്ക് എന്തൊക്കെയാണ് ഫുഡ് കൊടുക്കുന്നത്. അപ്പോൾ ഇന്ന് അതിനുള്ള ചില ഉത്തരങ്ങൾക്ക് ഉള്ള മറുപടിയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ കാണാൻ താല്പര്യമുള്ളവർക്കൊക്കെ കാണാം. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നതെല്ലാം ഡ്രൈ ആയിട്ടുള്ള, ഇപ്പം നമ്മൾ കൊടുക്കുന്നതെല്ലാം ഡ്രൈ ആയിട്ടുള്ള ഫുഡുകളാണ്. അപ്പോൾ അരി ഇങ്ങനെ എടുത്തിരിക്കുന്നുണ്ട്. പിന്നെ ഗോതമ്പ് ഇപ്പോൾ പൊടിച്ചെടുത്തു. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് പരമാവധി ഡ്രൈ ആയിട്ടുള്ളതാണ്, വെള്ളം ചേർക്കാതെയാണ് കൊടുക്കുന്നത്. അപ്പോൾ വെള്ളം അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ കുടിച്ചോളും. അപ്പോൾ അതാണ് നല്ലത്. അവരുടെ ഇഷ്ടത്തിന് അവർ കഴിച്ചോളും. നമ്മളതിനകത്ത് വെള്ളം ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഫംഗസ് ബാധയൊക്കെ ഉണ്ടാവും. അപ്പോൾ കോഴിക്ക് പലവിധ ശബ്ദങ്ങളുണ്ട്. അപ്പോൾ അതിലൊന്നാണ് ഈ ഒരു ശബ്ദം. കേൾക്കുന്നുണ്ടോ കൂട്ടുകാർ? പേടിച്ചിട്ട് അല്ലെങ്കിൽ മുട്ടയിട്ടതിന് ശേഷം ആണ് ഈ ഒരു സൗണ്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ അവർക്ക് എനിക്ക് തോന്നുന്നു ഫുഡ് കൊടുക്കാൻ സമയമായിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള അറിയിപ്പാണ്. അപ്പോൾ ഇത് ഗ്രോവർ ഫുഡാണ്. ഇപ്പോൾ ഫുഡിനെല്ലാം ഭയങ്കര വിലയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ഒരു ഗ്ലാസ്സിന് 2 ഗ്ലാസ് ഏകദേശം 300 ഗ്രാം ഗ്രോവറാണ് നമ്മൾ നമ്മുടെ ഈ ഫുഡിലേക്ക് ആഡ് ചെയ്യുന്നത്. ഇപ്പോൾ എനിക്ക് 18ഓളം കോഴികളുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഫുഡ് തയ്യാറാക്കുന്നത്. അപ്പോൾ പ്രിയപ്പെട്ട കൂട്ടുകാരുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരവും കൂടിയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. കോഴിമുട്ടയുടെ വ്യത്യസ്തമായിട്ടുള്ള കോഴിമുട്ടയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ആദ്യത്തിനകത്ത് പറഞ്ഞു. രണ്ടാമത് നമ്മൾ എന്തൊക്കെ ഡ്രൈ ഫുഡുകളാണ് കോഴിക്ക് ഇപ്പോൾ കൊടുക്കുന്നത്. അപ്പോൾ ഗോതമ്പ് പൊടിച്ച് ചേർത്തിട്ടുണ്ട്, അപ്പോൾ ഗ്രോവർ ഫുഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, അരിയും കൂടി കൊടുത്തിട്ടുണ്ട്. 3 ഐറ്റം നമ്മളിപ്പോൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനിയുണ്ട് ഇപ്പോൾ 2 ഗ്ലാസ്സാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നല്ല വിലയാണ് ഗ്രോവർ ഫുഡിന്. ഏതാണ്ട് 38 രൂപയോളം വന്നിട്ടുണ്ട് ഒരു കിലോയ്ക്ക്. എന്നാലും അവരുടെ ആരോഗ്യത്തിന് നമുക്കിത് വാങ്ങിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. പിന്നെ കൊടുക്കുന്നതിൻ്റെ അളവ് കോഴികളുടെ മൊത്തം അളവ് നോക്കിക്കൊണ്ട് ഒരാൾക്ക് ഏകദേശം ഒരു ഇത്രയും കിട്ടത്തക്ക രീതിയിൽ അതിനെ പല രീതിയിലുള്ള ഫുഡുകൾ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. നമ്മൾ ഈ കൊടുക്കുന്ന ഈ ഫുഡിനകത്തേക്ക് ഇപ്പോൾ എന്തെല്ലാം ഐറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഗോതമ്പ് വന്നിട്ടുണ്ട്, ഗ്രോവർ വന്നിട്ടുണ്ട്, കുത്തരി വന്നിട്ടുണ്ട്, പുഴുക്കലരി വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് 1-2 ഐറ്റം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിലൊന്നാണ് മഴക്കാലമൊക്കെ അല്ലേ, ചെറുതായിട്ട് അവർക്കൊരു മെഡിസിൻ്റെ സപ്പോർട്ടും കൂടി ചെല്ലണം. അതിന് വേണ്ടിയിട്ട് നമ്മളിതിലേക്ക് നമ്മുടെ മുറ്റത്തുണ്ടായ മഞ്ഞൾ പൊടിച്ചിട്ട്, നാച്ചുറലായിട്ടുള്ള മഞ്ഞളാണ്, അത് പൊടിച്ചതിൻ്റെ അല്പം ഈ കട്ടിയായിട്ടുള്ളത് വന്നിട്ടുണ്ട്. നല്ല പൊടി ഞാനെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അതിൽ ഇത്തിരി കട്ടിയായിട്ട് വന്നിട്ടുള്ള ഈ ഒരു പൊടിയാണ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. മഞ്ഞൾ നല്ലതാണ്, രോഗപ്രതിരോധ ശേഷിക്കും പനി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കോഴിക്ക് വരാതിരിക്കാൻ വേണ്ടി മഞ്ഞളും അതുപോലെ തന്നെ പനിക്കൂർക്കയുടെ ഇല, വെളുത്തുള്ളി ഇതൊക്കെ ചതച്ച് അതിൻ്റെ വെള്ളം ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ്. ഫുഡിനകത്ത് ചേർത്ത് കൊടുക്കാം, അല്ലാതെ അവർക്ക് മരുന്നായിട്ട് അത് കൊടുക്കാം. അപ്പം ഞാനിപ്പോൾ ഇതിനകത്തേക്ക് അത്രയും ചേർത്തിട്ടുണ്ട്.
അപ്പം നമ്മുടെ ഫ്രിഡ്ജിനകത്ത് നമുക്ക് നിത്യോപയോഗ സാധനങ്ങളിലെ മിച്ചം എന്തൊക്കെയുണ്ടെന്ന് ഒന്ന് പരിശോധിക്കാം. കറികളുണ്ട്, ഇതൊന്നും കൊടുക്കാൻ പറ്റത്തില്ല. പിന്നെ കാബേജ്, ഇത് നമുക്കെടുക്കാം. ഇത് ഞാനെന്നും ഓരോ ദിവസം അല്പാൽപ്പം വീതം കൊത്തി അരിഞ്ഞ് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഒരു കുക്കുംബറിൻ്റെ അല്പമുണ്ട്. ഇത് വേണേൽ കൊടുക്കാം, ഡാമേജ് ആയിട്ടില്ല, എന്നാലും ഞാനിത് എടുക്കുന്നുണ്ട്. പിന്നെ വേറൊരു ഐറ്റം കൂടെ ഉണ്ട്, അതും കൂടി ഞാൻ എടുക്കുകയാണ്. ഇത് ഞാൻ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്നതാണ്. അപ്പം നമ്മുടെ കോഴിയുടെ ഇന്നത്തെ ഫുഡിനകത്തേക്ക് അവരുടെ കാൽസ്യത്തിൻ്റെ കുറവിനായിട്ട് പരിഹരിക്കാൻ നമുക്ക് പ്രത്യേകം കാൽസ്യം ഗുളിക കാശ് കൊടുത്ത് മേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അല്ലാതെ തന്നെ നമുക്കിത് മുട്ടയുടെ തോടാണ് ഉണ്ടാകും. ഈ ഒരാഴ്ചത്തെ ഞങ്ങളുടെ മുട്ടയുടെ ഉപയോഗത്തിൻ്റെ മിച്ചം വന്ന തോടാണ്. അത് ഞാൻ കളയത്തില്ല, അത് സൂക്ഷിച്ച് വെച്ചിട്ട് അതിങ്ങനെ പൊടിച്ച് എടുക്കും. ആ പൊടിച്ചെടുക്കുന്നത് ഓരോ ദിവസത്തെ ഭക്ഷണത്തിനകത്ത് ഇങ്ങനെ ഒരു 50 ഗ്രാമോ 20 ഗ്രാമോ വീതം ചേർത്ത് കൊടുക്കും. ഇതും ഡ്രൈ ആയിട്ടുള്ളതാണ്. അപ്പോൾ അവരുടെ കാൽസ്യത്തിൻ്റെ കുറവും ഇതിനകത്ത് പരിഹരിക്കപ്പെടുകയാണ്. അപ്പോൾ പ്രിയപ്പെട്ട കൂട്ടുകാർ, ഒരുപാട് സംശയങ്ങൾ എൻ്റെ ചാനലിനകത്ത് ചോദിച്ചിട്ടുണ്ട്. അതിൻ്റെ ഓരോ സംശയങ്ങൾക്കുള്ള ഉത്തരമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അതിലൊരു ഉത്തരമാണ് ഇപ്പോൾ കൂട്ടുകാർ കണ്ടത്. അപ്പോൾ ഇത്ര ഐറ്റം ഒന്ന് ചേർത്തിരിക്കുന്നത് കൊണ്ട് കാബേജിൻ്റെ ഒരു 50 ഗ്രാമേ ഞാൻ എടുത്തിട്ടുണ്ട്. അതിന് പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഉണ്ടോ? അപ്പോൾ അവർക്ക് ആവശ്യമായിട്ടുള്ള വെജിറ്റബിളിൻ്റെ ഒരു അംശം കിട്ടുകയാണ്. ഇതും ഡ്രൈ ആയിട്ട് അധികം വെള്ളമൊന്നും ഇതിനകത്ത് ചേർക്കുന്നേ ഇല്ല. ഉണ്ടോ? അപ്പോൾ ഇത് കുക്കുംബറാണ്, കാണിച്ച കുക്കുംബറുണ്ട്. അതും കൂടി ഞാൻ അരിഞ്ഞ് എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് നമ്മുടെ വീട്ടിൽ എന്തൊക്കെ സാധനങ്ങൾ അവൈലബിൾ ആയിട്ടുണ്ടോ അതൊക്കെ നമുക്ക് നമ്മുടെ കോഴിക്ക് കൊടുക്കാം. പൂപ്പൽ പിടിക്കാതിരുന്ന ആഹാരം മാത്രം കൊടുത്താൽ മതി. അപ്പോൾ അതിന് അസുഖം ഉണ്ടാകാതെ നമുക്ക് അതിനെ നന്നായിട്ട് കെയർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഏകദേശം നമ്മുടെ ഇന്നത്തെ ഫുഡ് ആവശ്യത്തിനുള്ള വൈറ്റമിൻസിനൊക്കെ ആയിട്ടുണ്ട്. ഇന്ന് നമ്മുടെ പറമ്പിൽ പച്ചക്കറികളും പച്ചിലകളും ഒന്നും വളർന്നു വന്നിട്ടില്ല. കാരണം ഞാൻ ഡെയിലി ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ചീരയും തഴുതാമയൊക്കെ വളർന്നു വരണമായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരാഴ്ച എടുക്കും. അപ്പോൾ ആ ഒരു ഗ്യാപ്പിനാണ് ഞാനിന്ന് ഈ ഒരു ഫുഡുകൾ ഡ്രൈ ആയിട്ടുള്ളത് കൊടുക്കാൻ തീരുമാനിച്ചത്. അതും നമ്മൾ ഡ്രൈ ആയിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെയുള്ള വീഡിയോ കൂട്ടുകാർക്ക് കാണണമെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നേരത്തെ ഇട്ടിരിക്കുന്ന വീഡിയോക്കകത്തൊക്കെ അതിനെക്കുറിച്ചുള്ള അറിവുകളും അതെങ്ങനെയാണ് ചേർക്കുന്നതൊക്കെ കാണാൻ സാധിക്കും. അപ്പോൾ ഇത്തരം വ്യത്യസ്തമായിട്ടുള്ള ഫുഡുകൾ നമ്മൾ വീട്ടിൽ വളർത്തുമ്പോൾ കോഴിക്ക് കൊടുക്കുന്നത് കൊണ്ടാണ് ഈ നാടൻ കോഴിമുട്ടയ്ക്ക് ഗുണമുണ്ടെന്നും അത് ടേസ്റ്റിയാണെന്നും അത് തന്നെ ഉപയോഗിക്കണം എന്നൊക്കെ പറയുന്നത്. അല്ലാതെ വെറുതെ നമ്മൾ കോട്ട് സൂട്ട് വിട്ടിരുന്ന ഇത് രണ്ടും ഒന്നാണ്, നാടൻ കോഴിമുട്ടയും ബ്രോയിലർ കോഴിമുട്ടയും ഒന്നാണെന്ന് പറഞ്ഞ് നോക്കിയാൽ നടക്കുകയില്ല. കാരണം അത് ആടിനെ പട്ടിയാക്കുന്ന പോലെയുള്ള ഒരു പരിപാടിയാണ്. പിന്നെ അയാൾ പറഞ്ഞ് ചിലപ്പോൾ ഈ ബ്രോയിലർ കോഴിയുടെ മുട്ട ചായപ്പൊടിയും മഞ്ഞളോ ഏതാണ്ടൊക്കെ കലക്കി അങ്ങനെ ഡ്യൂപ്ലിക്കേറ്റായിട്ട് ഉണ്ടാക്കുന്നുണ്ട്. ആ ഒരു അർത്ഥത്തിൽ നോക്കുമ്പോൾ പുള്ളി പറഞ്ഞത് ശരിയാണ്, രണ്ടും ഒന്നാണെന്ന് പറയുന്നത്. മനസ്സിലായോ? അല്ലാതെ അതിൻ്റെ ഗുണമേന്മയും അതിന് കൊടുക്കുന്ന ഫുഡുകളും വെച്ച് നോക്കുമ്പോൾ നാടൻ കോഴിമുട്ടയുടെ ഏതതിലേക്കത്ത് എത്തത്തില്ല ഈ ബ്രോയിലർ കോഴിയുടെ മുട്ടകൾ. അപ്പം ആ ഒരു അറിവ് കൂട്ടുകാർക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇനിയുമുണ്ട് ഒരുപാട് ചോദ്യങ്ങൾ, ഒരുപാട് ഉത്തരങ്ങളും പറയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ചോദ്യവും ഉത്തരവും ഒക്കെ കൂട്ടുകാർക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ ബാക്കി ചോദ്യങ്ങൾക്കുള്ള ഉത്തരവും ഞാൻ നൽകുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ നമ്മുടെ കോഴീനെ ആവശ്യക്കാർക്കൊക്കെ കൊടുക്കുന്നുണ്ട്. അവൈലബിളായിട്ടുള്ള റേറ്റിന് കോഴീനെ കൊടുക്കുന്നുണ്ട്, കോഴി മുട്ടകൾ കൊടുക്കുന്നുണ്ട്.
ചെറിയ കോഴീനെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ കോഴിക്കിനെ ആവശ്യമുള്ളവർക്ക് ആ രീതിയിൽ ഞങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്യാം. കോണ്ടാക്റ്റ് ചെയ്തതിന് ശേഷം അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെ അവർക്ക് ഫുഡ് കൊടുക്കണം എന്നുള്ള കാര്യങ്ങളുമൊക്കെ ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് എത്താം.